ആലപ്പുഴ മണ്ഡലത്തിൽ നല്ല തീപാറുന്ന പോരാട്ടമാണ് ഇപ്പോൾ നടക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കഴിഞ്ഞ തവണ LDFന് ഒറ്റ സീറ്റ് കിട്ടിയ മണ്ഡലമാണത്. ഇത്തവണ LDFന് അത് നിലനിർത്താൻ കഴിയുമെന്ന് സുജാതന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും LDF സ്ഥാനാർത്ഥി ആലപ്പുഴ ഈ തവണ ജയിക്കുമെന്ന് പറയാൻ യാതൊരു യുക്തിയുമില്ല. കാരണം കഴിഞ്ഞ തവണ AM ആരിഫ് ജയിച്ചത് ഷാനിമോൾ ഉസ്മാൻ എന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്നു എതിരാളി. അവിടെ നേരത്തെ മത്സരിച്ച LDFലെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ട് പോലും ഈ ജയിച്ച സമയത്ത് ആരിഫിന് കിട്ടിയിട്ടില്ല. അപ്പോൾ അവിടെ CPM ഉണ്ടായിരുന്ന വോട്ട് കഴിഞ്ഞ 2019 കുറവായിട്ടും അദ്ദേഹത്തിന് 10,000-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ഉണ്ടായത്. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ വോട്ട് മുഴുവൻ പിടിച്ചാലും എതിരാളിയായി വന്നിരിക്കുന്ന കോൺഗ്രസിൻ്റെ KC വേണുഗോപാൽ 2014 47% വരെ വോട്ട് പിടിച്ചു. കൃത്യമായി പറഞ്ഞത് 46.9 ആയിരുന്നു കോൺഗ്രസിൻ്റെ അന്നത്തെ പെർസെൻറ്റേജ് ഓഫ് വോട്ട്. അപ്പോൾ ആ നിലയിൽ നിൽക്കുന്ന ഒരു വേണുഗോപാൽ സീറ്റ് തിരിച്ചു പിടിക്കുക എന്ന തീവ്രമായ ദൗത്യത്തോടെയാണ് ആലപ്പുഴയിൽ എത്തിയിരിക്കുന്നത്. KC വേണുഗോപാൽ നമുക്കറിയാം ദേശീയ ലെവലിൽ തന്നെ വലിയ അംബീഷനുള്ള ഒരാളാണ്. അയാളുടെ ഒരു ജീവൻ മരണ പോരാട്ടമാണ് അവിടെ നടക്കുന്നത്. കർണാടകത്തിൽ നിന്ന് DK ശിവകുമാർ അടക്കം അവിടെ പ്രചരണത്തിലുണ്ട്. DK ശിവകുമാറിൻ്റെ സാന്നിധ്യം മാത്രമല്ല ആളും അർത്ഥവും ആയിട്ടാണ് അദ്ദേഹം വരുന്നത്, നമുക്കറിയാം. അവിടെ കഴിഞ്ഞ തവണ BJP അപ്രതീക്ഷിതമായൊരു മുന്നേറ്റം KS രാധാകൃഷ്ണനിലൂടെ കൈവരിച്ചതുകൊണ്ടാണ് അവിടെ ഷാനിമോൾ ഉസ്മാൻ തോറ്റുപോയത്. കോൺഗ്രസിൻ്റെ ധാരാളം വോട്ട് KS രാധാകൃഷ്ണൻ കൊണ്ടുപോയി. അതുകൊണ്ടാണ് AM ആരിഫ് ജയിച്ചതെന്ന് നമുക്ക് വോട്ടിൻ്റെ ശതമാനവും അവിടുത്തെ സാഹചര്യവും പരിശോധിക്കുമ്പോൾ വ്യക്തമാകും. അതുകൊണ്ട് കഴിഞ്ഞ തവണത്തെ 19-1 എന്ന ലെവലിൽ LDFൻ്റെ കോളം 0 ആകാതെ രക്ഷപ്പെടുത്തിയ ആരിഫ് ഈ പ്രാവശ്യം അവിടുന്ന് കടന്നുകൂടുമെന്ന് ഒരു യുക്തിയിലും നമുക്ക് ആലോചിച്ചിട്ട് സാധ്യതയില്ല. പിന്നെ KC വേണുഗോപാൽ ജയിക്കുമോ ശോഭാ സുരേന്ദ്രൻ ജയിക്കുമോ എന്നതാണ് പിന്നത്തെ ചോദ്യം. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ആരിഫ് 3-ാം സ്ഥാനത്തേക്ക് പോകുന്നതാണോ? ആരിഫ് 3-ാം സ്ഥാനത്തേക്ക് പോയാലും അത്ഭുതമില്ല. 2-ാം സ്ഥാനത്ത് ഇതിനു വേണ്ടി ഇപ്പോൾ മത്സരിക്കുന്നത് ശോഭാ സുരേന്ദ്രനും ആരിഫുമാണ്. അതാണ് ഏറ്റവും ലേറ്റസ്റ്റായ ആലപ്പുഴയെക്കുറിച്ച് നമുക്ക് മനസ്സിലാകുന്നൊരു വസ്തുത. ഈ സാധാരണഗതിയിൽ ശോഭാ സുരേന്ദ്രൻ അവർ ചെല്ലുന്ന സ്ഥലത്തൊക്കെ വോട്ട് കൂട്ടിയതായിട്ടാണ് അതെ അനുഭവം. ആലപ്പുഴയിലും അങ്ങനെയായിരിക്കും. പാലക്കാട്ടിൽ നിന്നും ആറ്റിങ്ങിലെത്തിയപ്പോഴും പാലക്കാട്ടും വോട്ട് വർദ്ധിപ്പിച്ചു. പിന്നെ ആറ്റിങ്ങിലെത്തിയപ്പോഴും അതേ സ്ഥിതിയായിരുന്നു. പിന്നെ ഇപ്പോൾ ആലപ്പുഴ എത്തുമ്പോഴും അവർക്ക് കിട്ടുന്ന ആവേശകരമായ സ്വീകരണം കരുനാഗപ്പള്ളിയിൽ നിന്ന് ആലപ്പുഴ, അമ്പലപ്പുഴ, അരൂർ, ചേർത്തല വരെ, അരൂർ വരെ എത്തുമ്പോൾ ശോഭാ സുരേന്ദ്രനും ആരിഫും തമ്മിലുള്ള 2-ാം സ്ഥാനത്തിനുള്ള ഒരു മത്സരത്തിൻ്റെ അന്തരീക്ഷത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇലക്ഷന് ഇനിയും ഏതാനും ദിവസങ്ങളും കൂടിയുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ വിലയിരുത്തിയാൽ KC വേണുഗോപാലിനെ മറികടന്ന് ഈ 2 സ്ഥാനാർത്ഥികൾക്ക് ആർക്കെങ്കിലും വരാൻ പറ്റുമോ? ആരിഫിന് വരാനുള്ള സാധ്യത നമ്മൾ തള്ളിക്കളയുന്നു. അതുകൊണ്ട് ശോഭയ്ക്ക് എന്ത് മുന്നേറ്റം നടത്താൻ പറ്റും? മിസ്റ്റർ രാമേന്ദ്രൻ ചോദിച്ചതുപോലെ ശോഭ ചെല്ലുന്നിടത്തെല്ലാം വോട്ടിംഗ് പെർസെൻറ്റേജ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. വോട്ട് കാച്ചിങ്ങിന് അവരൊരു ഉപയുക്തയായ സ്ഥാനാർത്ഥിയാണ്. ആലപ്പുഴയിൽ അവർ മുമ്പ് പോയിട്ടുള്ള പാലക്കാട്, ആറ്റിങ്ങൽ എന്നീ പ്രദേശങ്ങളെക്കാൾ കൂടുതൽ ആവേശകരമായൊരു ഉണർവ് സ്ത്രീ വോട്ടർമാർക്കിടയിൽ, അല്ലാതെയുള്ള നിഷ്പക്ഷ വോട്ടർമാർക്കിടയിലും പാരമ്പര്യമായി തന്നെ കോൺഗ്രസ്സിന് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്കിടയിലും ചില കമ്മ്യൂണിസ്റ്റുകാർക്കിടയിലും ഉണ്ടാക്കിയിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അവിടെ വലിയ ആഭ്യന്തര കുഴപ്പങ്ങൾ. അത് ഈ കുട്ടനാട് മണ്ഡലം ഇതിലല്ലെങ്കിൽ പോലും കുട്ടനാട് നിന്നുണ്ടായ ആ റിവോൾട്ട് അമ്പലപ്പുഴയിലേക്ക്, കുളം, ചേർത്തല,
പല പ്രദേശങ്ങളിലും ആലപ്പുഴയിലെ ചെറിയ ചെറിയ പ്രദേശങ്ങളിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതെ. ഒന്നിയിൽ CPM ഇല്ലെങ്കിൽ LDF വോട്ട്, പിന്നെ അവിടെ ഈ സജി ചെറിയാൻ, ജി സുധാകരൻ പോരുമൊക്കെ ഉണ്ട്, പോരുണ്ട്. സുധാകരൻ്റെ നിശബ്ദത, അതെ, നിസ്സഹകരണം, ഇതൊക്കെ പിന്നെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് വലിയ തിരിച്ചടിയാണ്. പിന്നെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് കിട്ടുന്ന ഈ ന്യൂനപക്ഷ പിന്തുണ അത് അവിടുത്തെ ഭൂരിപക്ഷ സമുദായങ്ങൾക്കിടയിൽ വലിയ ഒരു അങ്കലാപ്പ് സൃഷ്ടിക്കുന്നുണ്ട്. അവിടെയാണ് കുന്തിരിക്കം പ്രകടനം നടന്ന സ്ഥലം. അവിടെയാണ് രഞ്ജിത്ത് ശ്രീനിവാസനെ പുലർകാലെ വീട്ടിൽ കയറി വെട്ടിക്കൊന്നത്. അതിൻ്റെ വിധി വന്നു. കേരളത്തിൽ 15 പ്രതികൾക്ക് ഒരേ സമയം മരണശിക്ഷ വിധിക്കുന്ന ഒരു കേസാണത്. അങ്ങനെ ഒരു കൂട്ട മരണശിക്ഷ വിധിക്കപ്പെട്ട സംഭവം കേരളത്തിൽ വേറെയില്ല. അതിൻ്റെ വിധിന്യായം ഞാൻ വായിച്ചു നോക്കി, മാവേലിക്കര മജിസ്ട്രേറ്റിൻ്റെ വിധിന്യായം. നമുക്ക് ഒരു ഹൊറർ നോവൽ വായിക്കുന്നത് പോലെ അത് തോന്നും. അത്ര സൂക്ഷ്മമായ വിവരണത്തോടു കൂടിയാണ് അത് അതിൻ്റെ അതെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു മേൽക്കോടതിയിൽ അപ്പീൽ പോയാലും അതിൽ പോയിന്റുകളൊന്നും ഒരു ജഡ്ജിക്കും വിസ്മരിക്കാൻ പറ്റില്ല. അത്തരത്തിലുള്ള ഒരു പക്ക ജഡ്ജിമെൻറ്റാണ്. നമുക്ക് തന്നെ അത്ഭുതം തോന്നും, 15 പേരെ ഒന്നിച്ച് തൂക്കിക്കൊല്ലാൻ വിധിക്കാമോ. പക്ഷേ അതിനുള്ള കാര്യവും കാരണവും എല്ലാം അതിനകത്തുണ്ട്. അത്തരം ഒരു ഹീനമായ കൊലപാതകമായിരുന്നു രഞ്ജിത്ത് ശ്രീനിവാസൻ്റേത്. അതിൻ്റെ ഇമ്പാക്റ്റ് തീർച്ചയായിട്ടും ആലപ്പുഴ മണ്ഡലത്തിലുണ്ട്. അത് നമുക്ക് അറിയാം. ഈ 3 സ്ഥാനാർത്ഥികളിൽ ആർക്കാണ് അതിൻ്റെ രാഷ്ട്രീയ പ്രയോജനം ലഭിക്കുക? അമ്മമാരും യുവാക്കളുമൊക്കെ ഭയചകിതരായി പോയ ഒരു സംഭവമാണ്. അപ്പോൾ ആ സ്ത്രീ വോട്ടർമാരുടെ അത് അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്ന ഒരു പ്രതികാരമുണ്ട്. ഈ രഞ്ജിത്തിൻ്റെ ഭാര്യ തന്നെ വേറൊരു മറ്റേ ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നുള്ള ഒരു അംഗമാണ്, അഭിഭാഷകൻ. അതെ. അപ്പോൾ അത് അവിടെ ഒരു ഘടകമാണ് പ്രധാനം. ഇത് മണ്ണഞ്ചേരി എന്ന് പറയുന്ന പഞ്ചായത്തിലായിരുന്നു ഈ സംഭവം നടന്നത്. മണ്ണഞ്ചേരി പ്രായണ UDFന് അനുകൂലമായൊരു സ്ഥലമാണ്. ആ സ്ഥലത്ത് വലിയ മാറ്റങ്ങളുണ്ട് എന്നാണ് ഞാൻ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് അവിടെ പോയത്. പിന്നെ സാധാരണ ഈ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ വെള്ളാപ്പള്ളി എന്തെങ്കിലുമൊക്കെ വെടി പൊട്ടിക്കാറുണ്ട്. പക്ഷേ ഇക്കുറി അദ്ദേഹത്തിൻ്റെ മൗനത്തിന് നാനാർത്ഥങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു, അല്ലേ? അദ്ദേഹം പ്രത്യക്ഷമായ ഒരു പിന്തുണ കൊടുത്തില്ലെങ്കിലും ശോഭ സുരേന്ദ്രനെ അനുഗ്രഹിച്ചു വിട്ടു. ശോഭയുടെ പ്രവർത്തന ആരംഭിക്കുമ്പോൾ അതിൻ്റെ ഓഫീസ് ഉദ്ഘാടനത്തിന് പ്രസംഗിച്ചത് പ്രീതി നടേശനാണ്. അത് മനോഹരമായൊരു പ്രസംഗമായിരുന്നു, ഒരു വീട്ടമ്മയുടെ രാഷ്ട്രീയ പ്രസംഗം. എനിക്ക് അത് വളരെ കൗതുകകരമായി ഞാനത് കേട്ടു. ആ പ്രസംഗം യൂട്യൂബിലൊക്കെ ലോഡ് ചെയ്ത് വന്നു. അപ്പോൾ അങ്ങനെ ഒരു ബ്ലെസ്സിങ്സ് ഈ സ്ഥാനാർത്ഥിക്ക്, BJP സ്ഥാനാർത്ഥിക്ക് ആലപ്പുഴ ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ സാധാരണ ആ ചേർത്തല ഭാഗത്തു നിന്നുമൊക്കെ കഴിഞ്ഞ തവണയൊക്കെ ആരിഫിന് കിട്ടിയെന്നാണ് എൻ്റെ ധാരണ. അതെ. അത് ഇത്തവണ ആരിഫിന് കിട്ടില്ല. ആരിഫിന് പൊളിറ്റിക്കൽ വോട്ട് മുഴുവൻ കിട്ടാതെ ഇരുന്നിട്ടും അദ്ദേഹം ജയിച്ചു കഴിഞ്ഞ തവണ. അതെ, കഴിഞ്ഞ തവണത്തെ നായർ വോട്ടുകളും കിട്ടില്ല, ഈഴവ വോട്ടുകളും കിട്ടില്ല. എന്നിട്ടും 10,000 വോട്ട് ഷാനിമോൾ ഉസ്മാനെതിരെ അയാൾ നേടി. അതൊന്ന് അന്നത്തെ രാധാകൃഷ്ണൻ്റെ സാന്നിധ്യമായിരുന്നു. രാധാകൃഷ്ണൻ അപ്രതീക്ഷിതമായി ഈ വലിയ ഒരു 2 ലക്ഷത്തോളം വോട്ട് പിടിച്ചു. അപ്പം അതിൻ്റെ ഒരു കുറച്ചൊക്കെ അമൃതാനന്ദമയുടെ സ്വാധീനമുള്ള ഭാഗമല്ലേ ആണ്. കരുനാഗപ്പള്ളി മുതലാണല്ലോ ഇത് ആരംഭിക്കുന്നത്. 2 ജില്ലയിലും കിടക്കുന്ന മണ്ഡലമാണ്. അപ്പം ഈ തീരപ്രദേശത്ത് ഒരു ആവേശ തിരയിളക്കം ഉണ്ടാക്കാൻ ശോഭയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. തീരത്തെ മനുഷ്യരുടെ പ്രശ്നങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് അവരുടെ പര്യടന പ്രസംഗങ്ങളെല്ലാം. അപ്പോൾ അതിന് തുല്യമായ ഇല്ലെങ്കിൽ അതിനെ നേരിടാനുള്ള മറുപ്രചരണം എന്താണെന്ന് നമുക്ക് വ്യക്തമല്ല. വേണുഗോപാൽ നല്ല ഫൈറ്ററാണ്. വേണുഗോപാലിന് ഈ രാഷ്ട്രീയ ആലപ്പുഴയിലെ ഇൻറൂട്ട്സ് എല്ലാം വ്യക്തമായി അറിയാം. ഈ ആരിഫ് ജയിച്ചാൽ പ്രത്യേകിച്ചൊന്നും ആകാൻ സാധ്യതയില്ല. പക്ഷേ ശോഭയും
വേണുഗോപാലോ ജയിച്ചാൽ എന്തെങ്കിലുമൊക്കെ ആകാൻ സാധ്യതയുണ്ട് അല്ലേ? കേന്ദ്രത്തിൽ ഭരിക്കാൻ വരുന്ന ഒരു കക്ഷിക്ക് മാത്രമല്ലേ എന്തെങ്കിലും കാര്യമായി ആ കോൺസ്റ്റിറ്റ്യുവൻസിക്ക് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടിയും ചെയ്യാൻ പറ്റുള്ളൂ. ആ അർത്ഥത്തിൽ നോക്കിയാൽ വേണുഗോപാൽ പോയാൽ ഇന്ത്യ ബ്ലോക്കിന് കേന്ദ്രഭരണം കിട്ടുമോ? കോൺഗ്രസിൻ്റെ സാധ്യതയില്ലല്ലോ. ഇല്ല. നമുക്ക് ദേശീയ സ്ഥിതി അറിയാം. അപ്പോൾ ശോഭ ജയിച്ചു പോയാൽ നമ്മൾ രാഷ്ട്രീയം വിട്ടിട്ട് ഒരു പ്രയോജനാത്മകമായ പ്രായോഗിക തരത്തിൽ ചിന്തിച്ചാൽ ആലപ്പുഴ ജനങ്ങൾക്ക് ഭാവിയിൽ എന്തെങ്കിലും മെച്ചമുണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥി, എല്ലാ തിരഞ്ഞെടുപ്പുകളിൽ നിന്നിട്ടും തോൽക്കാൻ മാത്രം വിധിക്കപ്പെട്ട ശോഭ ഇപ്പോൾ ജയിച്ചു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു കേന്ദ്രമന്ത്രിയാകാനുള്ള സാധ്യതയുണ്ട്. മന്ത്രി ആയില്ലെങ്കിലും ആയാലും ആലപ്പുഴക്കാരുടെ പ്രശ്നങ്ങളൊക്കെ പ്രധാനമന്ത്രിയുടെ മുന്നിൽ നേരിട്ട് അവതരിപ്പിക്കുവാനുള്ള അവസരം അവർക്ക് ലഭിക്കും. പലതരത്തിൽ അത് ഗുണകരമായി തീരും. എന്നിട്ടും ഈ പല കേരളത്തിലെ ഈ ദൃശ്യമാധ്യമങ്ങളുടെയൊക്കെ പോളിൽ 13 മുതൽ 18% വരെ വോട്ടേ അവർ ശോഭയ്ക്ക് കൊടുത്തു കാണുന്നുള്ളൂ. അതെ അതെ, എല്ലാ സർവേകളിലും അവർക്ക് 20% താഴെ ഒരു പുവർ തേർഡ് പ്ലേസാണ് കൊടുത്തിരിക്കുന്നത്. അത് ഈ സർവേ എന്ന് പറയുന്നത് ഒരു റാൻഡം സർവേ ആണ് എല്ലാം. അല്ല, കഴിഞ്ഞ തവണ മനോരമ എനിക്ക് 13 തന്നെങ്കിലും ആറ്റിങ്ങലിലെ ജനം അതിൻ്റെ ഇരട്ടി എനിക്ക് തന്നു പറയുന്നുണ്ടായി. ഇപ്പോൾ ഈ മനോരമ 20 കൊടുത്തതെന്ന് തോന്നുന്നില്ലേ? 18 അപ്പോൾ അത് തന്നെ ആ യുക്തി വെച്ചാൽ അവർക്ക് 36 കിട്ടും. അപ്പോൾ 36 എന്നുള്ളത് അവർ നില മെച്ചപ്പെടുത്തിയാൽ ജയസാധ്യതയിലേക്ക് നീങ്ങും. 30ന്റെ മുകളിൽ പോയാൽ ജയസാധ്യതയിലേക്കാണ് കാരണം മറ്റുള്ളവരുടെ വോട്ട് പെർസെൻറ്റേജ് അതനുസരിച്ച് കുറയും. കോൺഗ്രസിൻ്റെ സപ്പോർട്ട് ബേസിൽ കാര്യമായ ഒരു സ്വാധീനം ശോഭയ്ക്ക് ചെലുത്താൻ കഴിഞ്ഞാൽ അവർ വിജയിക്കാതിരിക്കാൻ സാധ്യതയില്ല. അത് അവരുടെ പ്രവർത്തനത്തിലും BJPക്കാരുടെ പ്രവർത്തനത്തിലും എത്രമാത്രം ശക്തിമത്തായിട്ട് ചെലുത്തുന്നു ആലപ്പുഴയിൽ നിന്നാണ് അവിടുത്തെ ജയാപജയത്തെ നിർണ്ണയിക്കുന്ന പ്രധാന. അപ്പോൾ ഈ ശോഭാ സുരേന്ദ്രനെ പോളുകൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുകയാണ് ഇത്തവണ. അതെ അതെ, കേരളത്തിലെ മാധ്യമങ്ങൾ ആലപ്പുഴയെ ശരിയായി വിലയിരുത്തിയില്ല. അവർ ശോഭയുടെ സാധ്യതയെ അവരുടെ ആഗ്രഹചിന്ത പ്രകാരം അതിനെ ലഘൂകരിച്ച് കണ്ടു എന്ന അഭിപ്രായം എനിക്കുണ്ട്. എനിക്കും തോന്നുന്നത് അങ്ങനെയാണ്. കാരണം കേരളത്തിലൊരു 4-5 സീറ്റുകൾ 30% അടുത്ത് വരാൻ സാധ്യതയുണ്ട് BJPയുടെ. അതെ അതെ, ആലപ്പുഴയും അതിലൊന്നാണ്. കാരണം ബാക്കിയുള്ള ഈ ആറ്റിങ്ങൽ, പത്തനംതിട്ട, തൃശ്ശൂർ, തിരുവനന്തപുരം, അതെ തിരുവനന്തപുരം, ഇത്രയും മണ്ഡലങ്ങൾ ഏതായാലും, പിന്നെയും പാലക്കാട്, കാസർഗോഡ്. പാലക്കാടും പക്ഷേ ഈ പോളുകളൊക്കെ ചെറിയ വോട്ട് 16% കൊടുക്കുന്നുള്ളൂ കൃഷ്ണകുമാറിന്. അതുകൊണ്ട് എന്തായാലും 20 മുതൽ 25% വരെ മൊത്തം വോട്ട് ശതമാനം ഇത്തവണ BJPക്ക് കേരളത്തിൽ ഉണ്ടായേ പറ്റൂ. അങ്ങനെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ട്രഡീഷണലി ഈ ആലപ്പുഴയിൽ രാധാകൃഷ്ണൻ UDFന്റെ വോട്ട് പിടിച്ചല്ലോ കോൺഗ്രസിൻ്റെ. ഇത്തവണ പക്ഷേ CPMന്റെ വോട്ടും കൂടി BJP പിടിക്കുന്ന തിരഞ്ഞെടുപ്പാണ്. അല്ല, ആലപ്പുഴയിലെ ജനങ്ങൾ ഈ രാഷ്ട്രീയമായി മാത്രം വോട്ട് ചെയ്ത് അവിടെ കുടിവെള്ളം പോലും മര്യാദയ്ക്ക് കിട്ടാത്തൊരു സ്ഥലമാണ്. ഇപ്പോഴും 4 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട, ഒരു വശത്ത് കടലും മറുവശത്ത് കായലുമാണ്. അതിൻ്റെ ഇടയ്ക്കുള്ള ഈ തുരുത്തിൽ കുടിവെള്ളത്തിന് മുട്ടുന്ന മനുഷ്യരാണ് അവിടെ ഉള്ളത്. പിന്നെ സാധാരണ ആളുകൾ ചർച്ച ചെയ്ത് കാണാത്തൊരു സംഭവമാണ്, എക്സാലോജിക്ക് ശരിക്കും ബാധിക്കുന്ന സ്ഥലമാണ് ആലപ്പുഴ. അതെന്താണ് അതിൻ്റെ? അല്ല, ഈ കരിമണൽ. അതെ 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 അതെ, കരിമണൽ കർത്തയുടെ ഖനന സ്ഥലമാണ്. അപ്പോൾ ആ രാഷ്ട്രീയവും അവിടെ കൃത്യമായി വരാം. കൃത്യമായി ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ. അത് ഇടതുപക്ഷ മുന്നണിക്കും വലതുപക്ഷ മുന്നണിക്കും LDFനും UDFനും ഒരുപോലെ തിരിച്ചടിയാകാൻ സാധ്യതയുണ്ട്. അതെ, അതിൻ്റെ KC വേണുഗോപാലിനെതിരെ ചില പേപ്പറുകളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ തക്ക സമയത്തിന് പുറത്തു വിടുമെന്ന് ഒരു ഭീഷണി 2 ആഴ്ച മുമ്പ് ശോഭാ സുരേന്ദ്രൻ പുറപ്പെടുവിച്ചു. അപ്പോൾ ഈ ആലപ്പുഴയെ പറ്റി നമുക്ക് ഒരു വ്യക്തമായ രൂപം വരാൻ ഇനി വോട്ടെണ്ണുന്നവരെ കാത്തിരിക്കേണ്ടി വരും. കാത്തിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.